ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് ഇന്ത്യൻ ഹിസ്റ്ററി SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. കാലത്ത് 9 മണിക്ക് സയൻസ്, നമ്മളിപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗം SCRT ബേസ് ചെയ്തിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി, തീർന്നാൽ ഉടനെ തന്നെ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷനാണ് ലൈവായിട്ട്. അതായത് നമ്മൾ കാലത്ത് പഠിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററി, സയൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നോ ആ ഭാഗങ്ങളിൽ നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, പ്രധാനമായും 2021, 22, 23, 24 വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ലൈവായിട്ട്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്, അതും ലൈവാണ്. ചെറിയ കോഡ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ലൈവ്, 4 റെക്കോർഡഡ് ക്ലാസ്, അങ്ങനെ 6 ക്ലാസ്സുകളാണ് നമ്മൾ മൊത്തമായിട്ട് നൽകുന്നത്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഡറിൽ നിങ്ങൾ വരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ ടെലഗ്രാമിലാണ് കൃത്യമായിട്ട് ഓർഡറിൽ ഏതൊക്കെ ക്ലാസ്, ഓരോ ദിവസത്തെ ഡേറ്റ് ഇട്ടിട്ട് ഏതൊക്കെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ PDF ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ടെലഗ്രാം വഴിയാണ്. സോ എല്ലാവരും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും വീഡിയോസ് ഒരു ദിവസം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് മാത്സിൽ ബേസിക് മാത്സ് ആണ്. അതായത് കുറേ പേരായിട്ട് ഞാനൊരു കഴിഞ്ഞ തവണ മാത്സിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെട്ടിച്ചുരുക്കൽ. ആ ഒരു ഭാഗം നമുക്ക് വെട്ടിച്ചുരുക്കുക എന്ന് പറഞ്ഞിട്ട് PSC പരീക്ഷയ്ക്ക് ചോദിക്കുകയൊന്നുമില്ല. പക്ഷേ നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ചെയ്തു വരുന്ന സമയത്ത് ഈ വെട്ടിച്ചുരുക്കൽ എന്ന് പറയുന്ന ഒരു ഘട്ടം എത്തിയിട്ട് നമ്മൾ അവിടെ നിൽക്കും. ബാക്കി എല്ലാ വഴികളും നമുക്കറിയും. പക്ഷേ ഈ വെട്ടിച്ചുരുക്കുന്നതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവസാനം നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ വെട്ടിച്ചുരുക്കുക എന്ന് പറയുന്നത് കുറേ പേർക്കൊന്നും അറിയില്ല. അതായത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ ഈസിയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വെട്ടിച്ചുരുക്കലിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് റൂം സെഷനായിട്ട് ബോർഡൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കുറച്ച് മുൻപാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് തരുവാണ്. അപ്പോൾ അത് കണ്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. വെട്ടിച്ചുരുക്കൽ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മാത്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് അത്ര ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കിയാൽ വളരെ ഈസിയാണ്, പക്ഷേ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഇത് ഒട്ടും ഒരു ക്ലാസ് എന്നുള്ള രീതിയിലല്ല. നമുക്ക് PSC പരീക്ഷയ്ക്ക് ഒരിക്കലും വെട്ടിച്ചുരുക്കുക എന്ന് പറഞ്ഞ് തരത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഏത് മാത്സിൻ്റെ പ്രോബ്ലം ചെയ്താലും അവസാനം ഈ ഒരു വഴി ഉണ്ടായിരിക്കും, ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരിക്കും, വെട്ടിച്ചുരുക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. സോ അവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. ഒരുപാട് പേര് ഞങ്ങൾക്ക് അറിയില്ല, വെട്ടിച്ചുരുക്കാൻ അറിയില്ല മിസ്സേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ശ്രദ്ധയോടുകൂടെ കണ്ടു പഠിക്കുക. മാത്സ് അറിയാത്ത ഒത്തിരി പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കമൻസിലൂടെ. അപ്പോൾ മാത്സ് ഒട്ടും അറിയാത്തവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വെട്ടിച്ചുരുക്കൽ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ, ഇപ്പോൾ 100 എന്ന് പറയുന്ന ഒരു സംഖ്യ എടുത്തു. ഈ 100നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 100നെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സൈഡിലിട്ട് ഹരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? 100നെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 100ൻ്റെ പകുതിയാണ് നമുക്ക് ആൻസർ കിട്ടുക, അല്ലേ? 100ൻ്റെ പകുതിയാണ് കിട്ടുന്നത്. ഇനി ഈ 100നെ തന്നെ 4 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ എന്താണ് കിട്ടുക? 100നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 50, 100ൻ്റെ പകുതിയാണ്. അപ്പോൾ 100നെ 4 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? 100ൻ്റെ പകുതിയുടെ പകുതിയാണ്. പകുതി എന്ന് പറയുന്നത് 50, അതിൻ്റെയും പകുതി എത്രയാണ്? 25 കിട്ടുക. ഓക്കെ, ഇനി 100നെ 8 കൊണ്ട് ഹരിക്കുകയാണെന്ന് വിചാരിക്കുക. 100നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 100നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ പകുതി എഴുതി, 100നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ പകുതിയുടെ പകുതി എഴുതി, 100നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ അപ്പോൾ എന്താണ് വരിക? പകുതിയുടെ പകുതിയുടെ പകുതി. അതായത് 50, 50ൻ്റെ പകുതി 25, 25ൻ്റെ പകുതി എത്രയാണ്? 25ൻ്റെ പകുതി 12.5 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് 100/8 എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു സംഖ്യയും, ഇപ്പോൾ ചെറിയൊരു സംഖ്യ എടുത്ത് നോക്കാം, 10 10/2 എന്ന് വെച്ചാൽ എന്താണ്? 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 10ന്റെ പകുതി എഴുതി വെച്ചാൽ മതി. നമ്മൾ ഏതെങ്കിലും കൊണ്ടും ഹരിച്ച് നോക്കേണ്ട കാര്യമില്ല. ഏതൊരു സംഖ്യ ആണെങ്കിലും 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ നേർ പകുതി എഴുതുക. ഇനി 10/4 ആണെന്ന് വിചാരിക്കുക. 10/4 എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതിയുടെ പകുതി, അതായത് 5. 5ന്റെ പകുതി എത്രയാണ്? 2.5 അല്ലേ? ഇനി 10/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2.5യുടെയും പകുതിയാണ് വരിക. ഓക്കെ, അപ്പൊ ഏതൊരു സംഖ്യയെയും 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നേർ പകുതി എടുക്കുക, 4 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ പകുതിയുടെ പകുതി എടുക്കുക, 8 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ പകുതിയുടെ പകുതി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് വെട്ടിച്ചുരുക്കുന്നത് നോക്കാം. ഇവിടെ നോക്കുക, വെട്ടിച്ചുരുക്കുന്നതിൻ്റെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിലുള്ള കുറച്ച് സംഖ്യകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. വളരെ ബേസിക് മുതൽ പഠിച്ചു പോകുമ്പോഴാണ് നമുക്ക് വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒട്ടും അറിയാത്തവർ ഇത് കാണുക, ഇത് നല്ലപോലെ അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം, കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കാം, ആദ്യം 8/4 എന്താണ് വെട്ടിച്ചുരുക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എഴുതിയത് കേട്ടോ. അപ്പോൾ 8/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 8നെ 4 കൊണ്ട് ഹരിക്കുവാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിത് അറിയാം, വളരെ ഈസിയാണ്, ചെറിയ സംഖ്യയാണ്. പക്ഷേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? എങ്ങനെയാണ് വെട്ടിച്ചെറുതാക്കുന്നത്? അപ്പം നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ തരിക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ താഴെ കിടക്കുന്ന നമ്പറിനെ നമ്മൾ എന്താന്ന് പറയുക? ഛേദം എന്നാണ് പറയുന്നത് അല്ലേ? ആ ഛേദത്തെ നമ്മൾ വെട്ടിയിട്ട് 1 ആക്കിയിട്ട് മാറ്റണം. അപ്പോഴാണ് ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹോൾ നമ്പർ ആയിട്ട് കിട്ടത്തുള്ളൂ അല്ലേ? ആൻസർ മുഴുവനായിട്ടുള്ള ഒരു നമ്പർ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ താഴെയുള്ള നമ്പറിനെ നമ്മൾ വെട്ടി 1 ആക്കണം. അതാണ് വെട്ടിച്ചെറുതാക്കലിൻ്റെ നമ്മുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഛേദത്തെ 1 ആക്കിയിട്ട് മാറ്റണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, 8/4 അല്ലേ? അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 4നെ 1 ആക്കിയിട്ട് മാറ്റണം അല്ലേ? അല്ലെങ്കിൽ 4ന് 8ൽ എത്ര പ്രാവശ്യം പോകും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം 4ഉം 8ഉം രണ്ടും ഇരട്ട സംഖ്യകളാണ്, കറക്റ്റായിട്ട് പോകും എന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ വെട്ടിച്ചുരുക്കൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ അറിയണം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നോക്കാം, 8/4 4 എത്ര പ്രാവശ്യം 4ൽ പോകും? 4ൽ 4 എത്രയുണ്ട്? ഒരു തവണയേ ഉള്ളൂ. ഒരു 4 4 അല്ലേ? അപ്പം 4ൽ 4 ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഒരു 4 ആണ് 4. 8ൽ എത്ര തവണയുണ്ട്? 4. ഒരു 4 4, 2 4 8 അല്ലേ? അപ്പോൾ 2 പ്രാവശ്യം പോകും. 8ൽ 4 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും. അപ്പം നമ്മുടെ ആൻസർ കിട്ടി. ഇവിടെ 2/1 എന്ന് വെച്ചാൽ എന്താണ്? 2 നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം 4നെ വെട്ടി 4ൽ 4 ഒരു തവണ, 8ൽ 4 2 തവണ പോകും. അങ്ങനെയാണ് വെട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എത്ര വലിയ സംഖ്യ തന്നാലും വെട്ടുന്നത്. ശ്രദ്ധിക്കുക, 24/2 വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ ഞാൻ 2 കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേർ പകുതി എടുക്കാം. നേരത്തെ പറഞ്ഞു 2 കൊണ്ടാണെങ്കിൽ വെട്ടി ചെറുതാക്കേണ്ട ആവശ്യമില്ല, നേർ പകുതി എടുത്താൽ മതി. 24ന്റെ പകുതി 12 എന്ന് നമുക്ക് എഴുതാം. പക്ഷെ അത് വെട്ടി ചെറുതാക്കുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. നോക്കുക, 24/2 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2നെ ഇവിടെ ഇത് വെട്ടണം അല്ലേ? അപ്പോൾ 2 നമ്മൾ വെട്ടി. 2ൽ 2 ഒരു തവണ, ഒരു 2 ആണ് 2. ഇപ്പോൾ ഒരു തവണ. മുകളിൽ 2 ഉണ്ട് അല്ലേ? 2ൽ 2 പോകത്തില്ലേ? പോകും. ഒരു തവണ പോകും അല്ലേ? അപ്പോൾ ഈ 2ലും എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം പോകും. ഇനി അടുത്ത നമ്പർ എടുക്കുക, 4. 4ൽ എത്ര തവണ 2 പോകും? ഒരു 2 2, 2 2 4 അല്ലേ? അപ്പോൾ 2 പ്രാവശ്യം പോകും അല്ലേ? അപ്പോൾ 4ൽ ഈ 2 തവണ പോകും. ഓക്കെ ആണല്ലോ? അപ്പോൾ 2ൽ 2 ഒരു തവണ, ഈ 2 ഇവിടെയുള്ള 2ൽ ഒരു തവണ, 4ൽ 2 തവണ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 12. താഴെ 1 ആയി കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ 12 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കാം, 246 ഡിവൈഡഡ് ബൈ 2 അല്ലേ? അപ്പോൾ 246 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇരട്ട സംഖ്യകളാണ്, കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് പോകുന്നുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ 2 പോകും. 2ൽ 2 ഒരു തവണ. ഇവിടെ മുകളിലും 2 ആണ്, ഒരു തവണ പോകും. 4ൽ എത്ര പ്രാവശ്യം പോകും? 2 2 ആണ് 4. അപ്പോൾ 2 പ്രാവശ്യം പോകും അല്ലേ? 2 2 4 അങ്ങനെ കിട്ടണം. അടുത്തത് ഇവിടെ 6. 6ൽ എത്ര പ്രാവശ്യം പോകും? ഒരു 2 2, 2 2 4, 3 2 ആവുമ്പോൾ 6 കിട്ടും അല്ലേ? അപ്പോൾ 3 പ്രാവശ്യം പോകും. 3 2 6, 2 2 4, ഒരു 2 2 അങ്ങനെ കിട്ടണം. മനസ്സിലായോ? അപ്പോൾ 123 എന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം,
224/2. ഇതും ഇരട്ട സംഖ്യയാണ്, വളരെ ഈസിയാണ്. വേഗം നിങ്ങൾ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആദ്യം നോക്കുക, 2ൽ ഒരു തവണ, ഈ 2ലും ഒരു തവണ പോകും, ഇതിലും ഒരു തവണ പോകും. 4ൽ എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 112 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വെട്ടിച്ചെറുതാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഇനി കുറച്ച് നമ്പേഴ്സും കൂടെ നമുക്ക് നോക്കാം. അടുത്തത് നോക്കുക, 126/2. ഇത്രയും നേരം നമ്മൾ ഒറ്റയായിട്ട് എല്ലാ സംഖ്യയിലും പോകുന്നതാണ് നോക്കിയത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, 126/2. ഇവിടെ 2 ഉണ്ട് അല്ലേ? ഇത് ഇരട്ട സംഖ്യയാണ്, കറക്റ്റായിട്ട് പോകും എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുമ്പോൾ അറിയുന്നുണ്ടല്ലോ. ഇവിടെ 2 ആണ്. 2ൽ 2 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം പോകും അല്ലേ? മുകളിൽ 1 ആണ്, ഫസ്റ്റ് കിടക്കുന്ന നമ്പർ 1 ആണ്. 1ൽ പോവോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത നമ്പറും കൂടെ ചേർത്ത് 12 എന്നെടുക്കണം. ഓക്കെ, 1ൽ പോവില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത നമ്പറും കൂടെ ചേർത്തെടുക്കണം. അത് ശ്രദ്ധിക്കുക, ആദ്യം 1 വരുന്ന കേസിലാണ്. ആദ്യം പോവില്ല എന്ന് കാണുമ്പോഴാണ് 2 നമ്പർ ചേർത്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇടയ്ക്ക് വെച്ചിട്ട് ചില സംഖ്യകളിൽ പോവില്ലാത്തപ്പോൾ നമുക്ക് വേറെയാണ് ചെയ്യാനുള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള നമ്പേഴ്സാണ്. 126 ആണ് അല്ലേ? അപ്പോൾ 1 എടുത്തു. 1ൽ 2 പോവോ? ഇല്ല, 2നേക്കാളും ചെറിയ നമ്പറാണ് 1 അല്ലേ? അപ്പോൾ പോവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 നമ്പറും കൂടെ ചേർത്ത് 12 എന്നെടുക്കുക. 12ൽ 2 പോവുമല്ലോ? പോകും. എത്ര പ്രാവശ്യം പോകും? 2ൻ്റെ ടേബിൾ ചൊല്ലി നോക്കുക. 6 2 12 ആണ് അല്ലേ? 6 2 12 ആണ്. അപ്പം ഈ 2 12ൽ എത്ര തവണ പോകും? 6 തവണ പോകും. 6 ആണ് നമ്മൾ മുകളിൽ എഴുതിയത്. ഓക്കെ, കട്ട് ചെയ്തിട്ട് മനസ്സിലായല്ലോ. ഇനി ബാക്കി എന്താണുള്ളത്? ഇവിടെ ഒരു 6 ഉണ്ട് അല്ലേ? 6ൽ എത്ര പ്രാവശ്യം 2 പോകും? 3 2 6 ആണ് അല്ലേ? അപ്പോൾ 3 അല്ലേ? 3 2 6 ആണ്. 6 2 12 ആണ്. ഓക്കെ, കറക്റ്റായിട്ട് വെട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 63 എന്ന് നമുക്ക് കിട്ടും. ഈസി ആണല്ലോ. അപ്പോൾ ആദ്യത്തെ സംഖ്യയിൽ പോയില്ലെങ്കിൽ രണ്ടാമത്തെ സംഖ്യ കൂടെ ചേർത്തെടുക്കുക, 12 എന്ന് എടുക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ അതുപോലുള്ള ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 153/3 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പോകുമല്ലോ അല്ലേ? 3ൽ എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം പോകും. 1ൽ പോവോ? 3നേക്കാളും എന്താണ്? ചെറിയ സംഖ്യയാണ് അല്ലേ 1 എന്ന് പറയുന്നത്. അപ്പോൾ പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സംഖ്യയും കൂടെ ചേർത്ത് 15 എന്നെടുക്കണം. ഓക്കെ, ആദ്യത്തെ സംഖ്യ ഇവിടെയുള്ള സംഖ്യയേക്കാളും ചെറുതാണെങ്കിൽ അതിൽ പോവില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത സംഖ്യയും കൂടെ ചേർത്ത് 15 എന്നെടുക്കണം. അപ്പോൾ 15 15ൽ 3 പോവുമല്ലോ? 3ന്റെ പട്ടിക ചൊല്ലി നോക്കുക. അപ്പോൾ ഒരു 3 3 2 3 അങ്ങനെ ചൊല്ലുമ്പോൾ 5 3 15 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 15ൽ ഈ 3 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും. 5 × 3 ആണ് 15. മനസ്സിലായല്ലോ? 5 3 15 ആണ്. അപ്പോൾ 5 തവണ പോകും. കട്ട് ചെയ്തു. ഇനി ഇവിടെ 3 ആണുള്ളത്. 3ൽ 3 എത്ര പ്രാവശ്യം? ഒരു 3ൽ 3 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 3ൽ 3 ഒരു പ്രാവശ്യം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 51 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ സംഖ്യയിൽ മുകളിൽ പോവില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത സംഖ്യയും കൂടെ ചേർത്തിട്ട് എടുക്കണം. ഇത് മനസ്സിലായല്ലോ 2 എക്സാമ്പിൾ ചെയ്തപ്പോൾ. ഇനി അടുത്ത സംഖ്യ നോക്കാം. 174/3 ആണ്. ഇവിടെ 3 അല്ലേ? 3ൽ ഒരു പ്രാവശ്യമാണ് അല്ലേ? 3ൽ ഒരു പ്രാവശ്യമാണ്. 1ൽ പോവോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സംഖ്യയും കൂടെ ചേർത്തെടുക്കണം. അപ്പം നമുക്ക് കിട്ടി 17. 17ൽ 3 കറക്റ്റായിട്ട് പോവോ? ഇല്ല അല്ലേ? 17ൽ ഏതെങ്കിലും ഒരു സംഖ്യനെ 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 17 കിട്ടോ? അതാണ് കറക്റ്റായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ഒരു സംഖ്യനെ 3 കൊണ്ട് ഗുണിച്ചാൽ 17 കിട്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. 17ന് തൊട്ട് താഴെ വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കാം. 5 3 15. 6 3 ആകുമ്പോഴേക്കിനും 18 ആവും. 17നെക്കാളും വലിയ സംഖ്യ വരും. അപ്പോൾ അത് എഴുതാൻ പാടുമോ? ഇല്ല. അപ്പം നമ്മൾ ഏതെടുക്കണം? 5 3 15 എടുക്കാം. അപ്പോൾ 17ൽ എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും. 5 3 15 ആണ് വരുന്നത് അല്ലേ? 15 ആണ് വരുന്നത്. ബാക്കി ഇവിടെ എത്രയുണ്ട്? 17ൽ 15 പോയി കഴിഞ്ഞാൽ ബാക്കി 2 ശിഷ്ടമുണ്ട് അല്ലേ? ആ ശിഷ്ടത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സംഖ്യയുടെ തൊട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കേണ്ട, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാലും മതി. അറിയാത്തവർ എന്ത് ചെയ്യുക? ഫസ്റ്റ് മുതലൊക്കെ ഇങ്ങനെ ബേസിക് മുതൽ പഠിച്ചു തുടങ്ങുമ്പോൾ അറിയില്ലെങ്കിൽ അവിടെ ഇട്ട് കൊടുക്കുക അല്ലേ? നമ്മുടെ ബുക്കാണ്, വേറെ ആരും കാണാനൊന്നും വരുന്നില്ല, നാണക്കേടൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ അത് സൈഡിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ്? 24 എന്ന് വായിക്കണം.
മനസ്സിലായോ? ശിഷ്ടം എന്ത് ചെയ്യണം? അടുത്ത സംഖ്യയുടെ തൊട്ട് ഇട്ട് കൊടുക്കണം, അല്ലാതെ അതിനോട് കൂട്ടരുത്. എന്ത് ചെയ്യണം? തൊട്ടടുത്ത് ഇട്ട് കൊടുക്കണം, പുറകിൽ. ഓക്കെ, അപ്പോൾ 3 3 ഒരു പ്രാവശ്യം, 17 കറക്റ്റായിട്ട് പോവില്ല. അതിന് തൊട്ട് താഴെയുള്ളത് എത്രയാണെന്ന് നോക്കുക. 5 3 15 ആണ്. 6 3 ആകുമ്പോഴേക്കും 18 ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 5 എടുക്കുക. 5 3 15 കിട്ടി. 15 കഴിഞ്ഞ് ബാക്കി 2 ശിഷ്ടമുണ്ട് 17 അല്ലേ? ആ 2 ശിഷ്ടം 4ന്റെ തൊട്ടടുത്ത് വന്ന് കിടക്കും. അപ്പോൾ ഇത് എത്രയായി? 24 മാറി. ഓക്കെ, 24 മാറി. അപ്പോൾ ഈ 24 എന്ത് ചെയ്യുക? 3 എത്ര പ്രാവശ്യം പോകും നോക്കുക. 24 എത്ര പ്രാവശ്യം 3 പോകും? 8 3 24 അല്ലേ? 8 3 24. അപ്പോൾ 8 പ്രാവശ്യം പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 58 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ശിഷ്ടം വരുന്ന ഒരു കേസാണല്ലേ നമ്മൾ നോക്കിയത്. അപ്പോൾ അതുപോലെ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. 835 ഡിവൈഡഡ് ബൈ 5 ആണ് അല്ലേ? ആദ്യം എന്ത് ചെയ്യുക? 5ൽ 5 ഒരു പ്രാവശ്യം പോകും അല്ലേ? ഇനി 8ൽ എത്ര പ്രാവശ്യം പോകും? 5. ഒരു 5 5, 2 5 ആകുമ്പോഴേക്കും എന്താവും? 10 ആവും അല്ലേ? അപ്പോൾ 8നേക്കാളും വലിയ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? ഒരു 5 5 എടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു തവണ പോകും. ഒരു തവണ 5 പോയി. 5 കഴിച്ചിട്ട് ബാക്കി 8ൽ എത്രയുണ്ട്? 5 പോയാൽ ബാക്കി 3 ശിഷ്ടമുണ്ട്. ആ 3 എന്ത് ചെയ്യും? അടുത്ത സംഖ്യയുടെ തൊട്ട് പോയി കിടക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 3 ഉണ്ട്, അതിൻ്റെ തൊട്ടൊരു 3 കൂടെ വന്ന് കിടന്നു. അപ്പോൾ ഇതെന്തായി? 33 എന്നായിട്ട് മാറി. ക്ലിയർ ആയല്ലോ? 33 ആയിട്ട് മാറി. ഇനി 33ൽ എത്ര പ്രാവശ്യം 5 പോകും? 5ന്റെ പട്ടിക ചൊല്ലുക. 6 5 30 വരും. 7 5 ആകുമ്പോഴത്തേനും എന്താവും? 35 ആവും. 35 എന്ന് പറയുന്നത് 33നേക്കാളും വലുതല്ലേ? അപ്പോൾ നമ്മൾ എത്ര എടുക്കണം? 6 5 30 എടുക്കണം അല്ലേ? അപ്പോൾ 33ൽ 6 പ്രാവശ്യം പോകും. 6 5 30 ആയിട്ടുള്ളൂ. ബാക്കി ഈ 33ൽ 30 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? വീണ്ടും 3 ശിഷ്ടമുണ്ട്. ആ ശിഷ്ടം എന്ത് ചെയ്യുക? അടുത്ത സംഖ്യയുടെ തൊട്ടിട്ട് കൊടുക്കുക. ശിഷ്ടം വരുമ്പോൾ അടുത്തടുത്ത് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി 3 അടുത്ത സംഖ്യയുടെ തൊട്ടിട്ട് കൊടുത്തു. അപ്പോൾ അതെന്തായി? 35 ആയിട്ട് മാറി. 35ൽ എത്ര പ്രാവശ്യം 5 പോകും? 7 5 35 ആണ് അല്ലേ? അപ്പോൾ 7 തവണ പോകും. അപ്പോൾ 7 5 35 കറക്റ്റായിട്ട് പോയി. അപ്പം നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 167 എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം 5ൽ 5 ഒരു തവണ. ഈ 5 8ൽ എത്ര പ്രാവശ്യം പോകും? ഒരു തവണ. ഒരു 5 5, ബാക്കി 3 ശിഷ്ടമുണ്ട്, അത് അടുത്ത സംഖ്യയുടെ തൊട്ടിട്ട് കൊടുത്തു. അപ്പോൾ ഇത് 33 ആയി. 33ൽ 6 പ്രാവശ്യം പോകും. 6 5 30, ബാക്കി 3 ശിഷ്ടം വന്നു, അത് അടുത്ത സംഖ്യയുടെ തൊട്ടിട്ട് കൊടുത്തു. അത് 35 ആയി. 35ൽ 7 പ്രാവശ്യം 5 പോകും അല്ലേ? അപ്പോൾ 7 5 35. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? 167 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഇനി വേറെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളത് കുറച്ച് നോക്കാം. ഇവിടെ നോക്കുക, 2124 ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 2 പോകും. ഇത് ഇരട്ട സംഖ്യയാണ് അല്ലേ? കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. അപ്പോൾ 2ൽ 2 ഒരു തവണ. മുകളിൽ ഈ 2ൽ എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം. ഒരു 2 2 ആണ്. അടുത്തത് 1 ആണ് അല്ലേ? 1ൽ പോകുമോ 2? ഇല്ല, 2നേക്കാളും ചെറിയ സംഖ്യയാണ്, പോവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? പോവില്ല എന്ന് കാണുമ്പോൾ അടുത്ത 12 കൂട്ടിയെടുത്തു. ഇവിടെ നമ്മൾ അതുപോലെ 12 കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റും. തുടക്കത്തിലാണെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യത്തെ സംഖ്യയിൽ പോവില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സംഖ്യയും കൂടെ ചേർത്ത് 12 എന്നെടുക്കാം. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് വരുന്ന സംഖ്യകളാണ് ഇതുപോലെ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോവില്ല, 1ൽ പോവില്ല എന്ന് പറയുമ്പോൾ അപ്പം അവിടെ എന്ത് ചെയ്യുക? അതിന് പകരം ഒരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, 1ൽ പോവില്ല, അപ്പം മുകളിൽ 0 ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യുക? ഇനി നമ്മൾ 12 ചേർത്തെടുക്കുക. മനസ്സിലായല്ലോ? 1ൽ പോവില്ല, അപ്പം നമ്മൾ 0 ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ഇനി 12 എടുക്കുക. 12ൽ എത്ര പ്രാവശ്യം പോകും? 6 പ്രാവശ്യം പോകും. 6 2 12 ആണ് അല്ലേ? അപ്പം അത് കഴിഞ്ഞു. ഇനി 4ൽ എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും. അപ്പം നമ്മുടെ ആൻസർ 1062 എന്ന് കിട്ടി. ഇത് നമ്മൾ ഇതിന് പകരം നമ്മൾ എങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക? 2124 ഡിവൈഡഡ് ബൈ 2 ചെയ്തു. 2ൽ 2 ഒരു പ്രാവശ്യം, ഇവിടെ 2ൽ ഒരു പ്രാവശ്യം, 12ൽ 6 പ്രാവശ്യം, ഇവിടെ 4ൽ 2 പ്രാവശ്യം. 162 എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റും. 162നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 324 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ 1ൽ പോവില്ല, 1 എടുത്ത് 1ൽ പോവില്ലെങ്കിൽ 0 ചേർത്തിട്ട് വേണം പിന്നെ 12 എടുക്കാൻ. ഇടയ്ക്ക് വരുമ്പോൾ, തുടക്കത്തിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പോവില്ല എന്ന് കാണുമ്പോൾ അടുത്ത സംഖ്യ കൂടെ എന്ത് ചെയ്യാം? ചേർത്തെടുക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇവിടെ ഇത് വളരെ ഈസി ഉള്ളതാണ്.
8440 ഡിവൈഡഡ് ബൈ 40. ഇത് ഞാൻ എന്തിനാണ് എടുത്തതെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ലാസ്റ്റ് എൻഡിൽ 0 വരുന്ന ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ ഈ 0 കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇങ്ങനെ രണ്ടിടത്തും എൻഡിൽ വരണോട്ടോ, ഇടയിലുള്ള സീറോസ് ഒന്നും കട്ട് ചെയ്ത് കളയരുത്. രണ്ടിടത്തും എൻഡിൽ സീറോസ് വരുവാണെങ്കിൽ ആ 2 സീറോയിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താണുള്ളത്, 844 ഡിവൈഡഡ് ബൈ 4 ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. 4ൽ 4 ഒരു പ്രാവശ്യം പോകും. 8ൽ 4 എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം. 4ൽ ഇവിടെ ഒരു പ്രാവശ്യം, ഇവിടെയും ഒരു പ്രാവശ്യം. 211 എന്ന് നമുക്ക് ആൻസർ കിട്ടി. വളരെ ഈസിയാണ്. ലാസ്റ്റ് എൻഡിൽ 0 വരുമ്പോൾ കട്ട് ചെയ്ത് കളയാം. അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം എടുത്തത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. 9618 ഡിവൈഡഡ് ബൈ 3. ഇവിടെ നമുക്ക് ഇവിടെ 3 ആണ് അല്ലേ. അപ്പോൾ 3ൽ 3 ഒരു പ്രാവശ്യം പോകും. 9ൽ എത്ര പ്രാവശ്യം പോകും, 3 പ്രാവശ്യം. 3 3 ആണ് 9 അല്ലേ. അപ്പം 3 പ്രാവശ്യം പോയി. 3 3 9. ഇനി 6ൽ എത്ര പ്രാവശ്യം പോകും, 2 പ്രാവശ്യം പോകും. 2 3 6 ആണ്. അപ്പം 2 3 6, 2 പ്രാവശ്യം പോകും. ഇനി അടുത്തത് 1 ആണ്. 1ൽ പോവോ, ഇല്ല. 1ൽ പോവില്ലെങ്കിൽ എന്ത് ചെയ്യണം, 0 ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? 1ൽ പോവില്ലെങ്കിൽ നമ്മൾ 0 ഇട്ട് കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, 18 എന്ന സംഖ്യ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, പോവില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അപ്പം തന്നെ 0 ഇട്ട് കൊടുക്കണം മുകളിൽ. ഓക്കെ, ഇടയ്ക്ക വരുവാണെങ്കിൽ കേട്ടോ. അപ്പോൾ 18ൽ പോവാം. 18ൽ 3 എത്ര പ്രാവശ്യം പോകും, 18ൽ 6 തവണ പോകും അല്ലേ. 6 3 18 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി 3206 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോവില്ലാത്ത കേസിൽ 0 ഇട്ട് കൊടുത്ത് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അടുത്തത് നോക്കാം. 846 ഡിവൈഡഡ് ബൈ 18. ഇവിടെ എന്താണ് പ്രത്യേകത, താഴെ ഇച്ചിരി വലിയ നമ്പറാണ് അല്ലേ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ 2ഉം 3ഉം ഒക്കെ ഇട്ടിട്ടായതുകൊണ്ട് നമുക്ക് 3ൽ 3 ഒരു പ്രാവശ്യം, 2ൽ 2 ഒരു പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞ് ഈസി ആയിട്ട് താഴെ 1 ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. ഇവിടെ 18 ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ നമ്പർ ആകുമ്പോൾ 18ന്റെ പട്ടികയൊക്കെ ആരും അങ്ങനെ പഠിച്ചൊന്നും വെക്കത്തില്ല അല്ലേ. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് വെട്ടിച്ചെറുതാക്കുക, ഈ 18ലും മുകളിലെ നമ്പറിലും കൂടെ കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ എടുത്തിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ 18ലും 846ലും കൂടെ കോമൺ ആയിട്ട് പോവോ, ഏതെങ്കിലും സംഖ്യ പോവോ, ഏതെങ്കിലുമൊക്കെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാന്ന് പറയാം അല്ലെ, നിശേഷഹരണം ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഉടനെ തന്നെ വരുന്ന ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് ഒരിക്കൽ കൂടി ചെയ്തു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് 8 1 കൂടെ കൂട്ടുമ്പോൾ 9 ആണ്. 9 9ൽ പോകും. അടുത്ത 6 4 10 8 18 കൂട്ടുമ്പോൾ 18 കിട്ടുന്നുണ്ട്. 18 എന്ന് പറയുന്നത് 9ൽ പോകും. 9ന്റെ ഡിവിസിബിലിറ്റി അങ്ങനെയാണ് ചെയ്യുക, ചെക്ക് ചെയ്യുക. തന്നിരിക്കുന്ന സംഖ്യകൾ എല്ലാം കൂടെ എല്ലാ സംഖ്യയും കൂടെ കൂട്ടുക. 18 എന്ന് പറയുമ്പോൾ 8 1 കൂടെ കൂട്ടുമ്പോൾ 9 9ന്റെ ഘടകമല്ലേ. അപ്പോൾ അതിൽ പോകും. 8 4 12 6 18 18 എന്ന് പറയുന്നത് 9ൽ പോകുന്നതാണ്. അപ്പോൾ ഇത് രണ്ടിലും എന്ത് പോകും, 9 കോമൺ ആയിട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 9 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 18ൽ 9 എത്ര പ്രാവശ്യം പോകും, 9ന്റെ പട്ടിക ചൊല്ല. ഒരു 9 9 2 9 18 കറക്റ്റായിട്ട് പോകും അല്ലേ. അപ്പോൾ 2 തവണ പോകും. ഓക്കെ, 9 2 തവണ പോകും. 8ൽ പോകുമോ 9, ഇല്ല. പക്ഷേ ഇവിടെ 0 ഇട്ട് കൊടുക്കണോ, വേണ്ട. തുടക്കം ആയതുകൊണ്ട് നമുക്ക് ഒന്നും വേണ്ട. ഇവിടെ എന്ത് ചെയ്യുക, 2 സംഖ്യയും കൂടെ കൂട്ടിയെടുക്കാം. 84ൽ എത്ര പ്രാവശ്യം 9 പോകും, 9 9 81 ആണ് അല്ലേ. 19 ആകുമ്പോഴേക്കും 90 ആവും. അപ്പോൾ 9 പ്രാവശ്യമേ പോകുള്ളൂ അല്ലേ. അപ്പോൾ 9 എടുത്തു. 9 9 എന്താണ്, 81 ആണ് അല്ലേ. 9 9 81. 81 കഴിച്ചാൽ ബാക്കി എത്രയുണ്ട്, 84ൽ 81 പോയാൽ ബാക്കി 3 ഉണ്ട്. ആ 3 എന്ത് ചെയ്യും, ഈ 6ന്റെ തൊട്ട് വന്ന് കിടക്കും. അപ്പോൾ ഇതെന്തായി, 36 എന്നായിട്ട് മാറി. ഓക്കെ, അപ്പോൾ 36ൽ ഇനി എന്ത് ചെയ്യും, 9 എത്ര പ്രാവശ്യം പോകുമെന്ന് നോക്കാം. 36ൽ 9 എത്ര പ്രാവശ്യം പോകും, 4 പ്രാവശ്യം പോകും. 4 9 36 ആണ്. അപ്പോൾ ഇവിടെ 4 എന്ന് വന്നു. കഴിഞ്ഞോ, നമ്മുടെ ആൻസർ കിട്ടിയോ, ഇല്ല. കാരണം എന്താണ്, താഴെ ഇനി ഒരു 2 കിടക്കുന്നുണ്ട് അല്ലേ. താഴെ 1 ആയാലാണ് നമുക്ക് ഹോൾ നമ്പറായിട്ട് ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഇതിന് വീണ്ടും എന്ത് ചെയ്യണം, വെട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ 2, ഇവിടെ 94 എന്ന് കിട്ടി. എന്ത് പോകും, 2 പോകുമല്ലോ കറക്റ്റായിട്ട്. 2ൽ 2 ഒരു പ്രാവശ്യം. ഇവിടെ 9ൽ എത്ര പ്രാവശ്യം പോകും, 2 4 പ്രാവശ്യം പോകും അല്ലേ. 4 2 8. ബാലൻസ് എന്തുണ്ട്, 1 ഉണ്ട്. ആ 1 എവിടെ പോകും, ഈ 4ന്റെ തൊട്ടടുത്ത് വന്ന് കിടക്കും. അപ്പോൾ ഇത് എത്രയായി, 14 ആയി അല്ലേ. 14ൽ എത്ര പ്രാവശ്യം 2 പോകും, 7 തവണ പോകും. 7 2 14. അപ്പം നമ്മുടെ 7 എന്ന് എഴുതി. അപ്പം നമ്മുടെ ആൻസർ എന്തായി, ഇവിടെ എല്ലാം കട്ട് ചെയ്ത് പോയി. ബാലൻസ് 47 എന്ന് നമുക്ക് ആൻസർ കിട്ടി.
ഓക്കെ ആണല്ലോ. അപ്പോൾ പോവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ 0 ഇട്ട് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുപോലെ വലിയ സംഖ്യയൊക്കെയാണ് താഴെ തന്നിട്ടുള്ളതെങ്കിൽ അതിൽ രണ്ടിലും കൂടെ കോമൺ ആയിട്ട് പോകുന്ന ചെറിയ സംഖ്യ വെച്ച് വെട്ടി 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 ചെറുതാക്കി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, കുറച്ച് നമ്പേഴ്സും കൂടെ നോക്കാം. ഇവിടെ നോക്കുക, 5004 ഡിവൈഡഡ് ബൈ 3. ഇതെങ്ങനെയാണ് ഹരിക്കുക? ഫുൾ 0 ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കുക, 3 അല്ലേ, 3 എത്ര പ്രാവശ്യം പോകും? ഒരു തവണ പോകും. ഇവിടെ 5 എത്ര പ്രാവശ്യം പോകും? 3 ഒരു 3 2 3 ആകുമ്പോഴത്തേക്ക് എത്രയാവും? 6 ആവും. അപ്പോൾ നമ്മൾ എന്തെടുക്കും? ഒരു 3 ആണ് എടുക്കുക. അപ്പോൾ ഒരു 3 അല്ലേ, ബാക്കി ഒരു 3 കഴിച്ചാൽ ബാക്കി 5 എത്രയുണ്ട്? 2 ബാലൻസ് ഉണ്ട്. ആ 2 നമ്മൾ എവിടെയാണ് ഇട്ട് കൊടുക്കുക? അടുത്ത സംഖ്യയുടെ ഫ്രണ്ടിൽ. ഇവിടെ അടുത്ത സംഖ്യ എന്താണ്? 0 ആണ്. അപ്പോൾ 0യുടെ ഫ്രണ്ടിൽ പോകുമ്പോൾ ഇത് എത്രയായിട്ട് മാറി? 20 മാറി. ഇനി ഈ 3 എത്രയിൽ പോവുമെന്ന് നോക്കുക? 20 പോവുമെന്ന് നോക്കുക. അടുത്ത സംഖ്യ 20 മാറി അല്ലേ. അപ്പം 20 എത്ര പ്രാവശ്യം 3 പോകും? 6 3 18, 7 3 ആകുമ്പോഴേക്കിനും 21 ആവും. അപ്പം നമ്മൾ എത്ര എടുക്കണം? 6 എടുക്കണം അല്ലേ. അപ്പം 20 6 പ്രാവശ്യം, 6 3 18. വീണ്ടും 20 18 പോയ ബാക്കി എത്രയുണ്ട്? 2 ബാലൻസ് ഉണ്ട്. ആ 2 വീണ്ടും എവിടേക്ക് പോകും? ഈ അടുത്ത 0യുടെ ഫ്രണ്ടിൽ പോകും. അടുത്തതും എന്താണ്? 0 ആണ്. ആ 0യുടെ ഫ്രണ്ടിൽ പോയി കിടക്കും. അപ്പോൾ അത് വീണ്ടും എന്തായി? 20 ആയി. വീണ്ടും 20 എത്ര പ്രാവശ്യം 3 പോവുള്ളൂ? 6 പ്രാവശ്യം. അപ്പോൾ 6 3 18. വീണ്ടും എത്ര ശിഷ്ടം വരും? 2 ശിഷ്ടം വരും. ആ 2 എവിടെ പോയി കിടക്കും? അടുത്ത 4ൻ്റെ തൊട്ട് പുറകിൽ പോയി കിടക്കും. അപ്പോൾ അതെത്രയായി? 24 ആയി. 24 എത്ര പ്രാവശ്യം 3 പോകും? 8 3 24 ആണ് അല്ലേ. അപ്പം 8 പ്രാവശ്യം പോകും. 8 3 24. കറക്റ്റായിട്ട് പോയി. എല്ലാം കഴിഞ്ഞു. നമ്മുടെ ആൻസറായി 1668 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. വളരെ ഈസിയാണ്. ആദ്യം എന്ത് ചെയ്യുക? 3 3 ഒരു തവണ. 5 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം പോകും. അപ്പോൾ ഒരു 3 ബാക്കി 3 കഴിച്ചാൽ 5 എത്രയുണ്ട്? ബാക്കി 2 ഉണ്ട്. ആ 2 എന്ത് ചെയ്യും? അടുത്ത നമ്പറായ 0യുടെ തൊട്ട് ഫ്രണ്ടിൽ പോയി കിടക്കും. അപ്പോൾ 2ഉം 0യും 20 ആയി. 20 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. 6 3 18. ബാക്കി 2 ഉണ്ട്. അത് അടുത്ത 0യുടെ ഫ്രണ്ടിൽ പോയി കിടക്കും. അത് വീണ്ടും 20 ആയി. വീണ്ടും 20 6 പ്രാവശ്യം പോകും. അപ്പോൾ 6 3 18. ബാക്കി 2 അത് തൊട്ടടുത്ത നമ്പറായ 4ൻ്റെ പുറകിൽ പോയി കിടക്കും. അപ്പോൾ അത് എത്രയായി? 24 ആയി. 24 കറക്റ്റായിട്ട് 8 പോകും. നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ. അടുത്ത നമ്പർ നോക്കാം. 22 0 11 അല്ലേ, ഡിവൈഡഡ് ബൈ 11. അപ്പോൾ ഇവിടെയും ഇടയ്ക്ക് 0 ആണ്. താഴെ ഇച്ചിരി വലിയ നമ്പറാണ് അല്ലേ. അപ്പോൾ 11ൻ്റെയൊക്കെ ടേബിൾ എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലേ. നോക്കുക, 11 കറക്റ്റായിട്ട് പോകും. നമുക്ക് കാണുമ്പോൾ അറിയുന്നുണ്ട്. 11 11 ഒരു പ്രാവശ്യം. 22 11 എത്ര പ്രാവശ്യം പോകും? 2 പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത നമ്പർ കൂട്ടിയെടുക്കും. അപ്പോൾ 22 ആണ്. 22 11 എത്ര പ്രാവശ്യം പോകും? 2 11 ആണ് 22 അല്ലേ. ഒരു 11 11, 2 11 22, 3 11 33, 4 11 44. അങ്ങനെയാണ് 11ൻ്റെ ടേബിൾ പോണത്. അപ്പോൾ ഇവിടെ 2 11 ആണ് 22. അപ്പോൾ 2 തവണ പോകും. 2 11 22. ഇനി ഇവിടെ 0 ആണ്. 0 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ 1 വന്നു പോയില്ല, അപ്പോൾ 0 ഇട്ടു. ഇവിടെ 0 ആണെങ്കിൽ എന്ത് ചെയ്യും? മുകളിലും ഒരു 0 ഇട്ട് കൊടുക്കുക. 0യിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മുകളിലും എന്ത് ചെയ്യുക? 0 വന്നു കഴിഞ്ഞാൽ മുകളിലും ഒരു 0 ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത നമ്പർ എടുക്കുക, 1 അല്ലേ. 0 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്താണ്? 1 ആണ്. ആ 1ൽ പോവോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഒരു 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ഈ 11 എടുക്കാൻ. 11ൽ 11 ഒരു പ്രാവശ്യം. നമ്മുടെ ആൻസർ 2001. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ ചിലരൊക്കെ ചെയ്യും, തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ വിചാരിക്കും 11ൽ 11 ഒരു പ്രാവശ്യം. ഇവിടെ 2 11 22. ഇവിടെ 0 ആണ്. പൂല വേണമെങ്കിൽ ഒരു 0 ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. 11ൽ 11 ഒരു പ്രാവശ്യം. 201 എന്ന ആൻസർ എഴുതാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലേ. ഇവിടെ 11 കാണുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് പോകുമല്ലോ, അങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും 0 കഴിഞ്ഞ് അടുത്ത 1 എടുത്തിട്ട് അതിൽ പോവില്ല. അപ്പോൾ വീണ്ടും 0 ഇട്ടതിന് ശേഷം വേണം അടുത്ത 1 കൂടെ ചേർത്ത് 11 എന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പോൾ പോകില്ല എന്ന് പറയുന്ന കേസിൽ, 0 വരുന്ന കേസിലൊക്കെ 0 ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. പോവില്ല എന്ന് പറഞ്ഞ് 0 ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് തൊട്ടടുത്ത സംഖ്യയും കൂടെ ചേർത്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തതൊന്ന് നോക്കാം. ഇവിടെ നോക്കുക, ഈ വെട്ടിച്ചുരുക്കുന്ന മെത്തേഡ് ചെയ്യുമ്പോൾ പലർക്കുള്ളൊരു കൺഫ്യൂഷനാണ്. ഇവിടെ നോക്കുക, 21 × 6 ഡിവൈഡഡ് ബൈ 3. ഇവിടെ 21 + 6 ഡിവൈഡഡ് ബൈ 3.
ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ടീച്ചർ 2 നമ്പറിനെയും താഴത്തെ നമ്പറോട് വെട്ടുന്നത് കാണാം. ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മുകളിൽ ഒരു നമ്പറിന് മാത്രമേ വെട്ടത്തുള്ളൂ, ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ അവിടെ ഇടുന്നത് കാണാം അല്ലേ. അതെന്താണ് അപ്പം അങ്ങനെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ, ഒത്തിരി കൺഫ്യൂഷൻസ് ഉള്ളവരുണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 21 × 6 എന്നാണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഗുണിക്കുന്ന ചിഹ്നമാണെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ സൈഡിൽ എഴുതി വെക്കുക. ഗുണന ചിഹ്നമാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ നിങ്ങൾ താഴെയുള്ള നമ്പറിനെ മുകളിലത്തെ ഒരു നമ്പർ കൊണ്ട് കട്ട് ചെയ്താൽ മതി. അതായത് 21 × 6 എന്ന് പറഞ്ഞാൽ അതൊരൊറ്റ ടേമാണ് എന്ന് വിചാരിക്കുക. അതായത് ഒരു സംഖ്യ കൊണ്ട് നമ്മൾ കട്ട് ചെയ്താൽ മതി. 21 + 6 / 3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴെ കിടക്കുന്ന നമ്പറിനെ മുകളിലെ 2 നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? വെട്ടിച്ചെറുതാക്കണം. ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വെട്ടണം. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. 21 × 6 / 3. ഇവിടെ 3 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സംഖ്യേനെ കട്ട് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു സംഖ്യേനെ നമുക്ക് കട്ട് ചെയ്യാലോ. 3 ൽ 3 ഒരു പ്രാവശ്യം. ഇവിടെ 6 ഉണ്ട്, 6 ൽ 3 കറക്റ്റായിട്ട് പോകുമല്ലോ, 2 പ്രാവശ്യം പോകും. അപ്പോൾ 2 3 6. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മുകളിൽ എന്ത് കിട്ടി? ഇവിടെ താഴെ 1 ആയി, 21 × 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു 2 2 2 2 4 42 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, 21 + 6 / 3. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു? നടുവിൽ പ്ലസ് ആണെങ്കിൽ താഴെയുള്ള സംഖ്യയെ മുകളിലത്തെ 2 സംഖ്യ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? 3 3 ഒരു പ്രാവശ്യം, 6 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം, 21 എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. 7 3 ആണ് 21. അപ്പോൾ 7 പ്രാവശ്യം. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം പോയി 7 + 2 9 എന്ന് കിട്ടും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? കൂട്ടുന്നതിൽ 21 + 6/3 അല്ലേ, 21 6 കൂടെ കൂട്ടുമ്പോൾ 27. 27/3 ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ൽ 3 ഒരു പ്രാവശ്യം, 27 9 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്താലും കിട്ടും ആൻസർ. ഒന്നുകിൽ ഇത് രണ്ടും കൂടെ പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യുക, ആഡ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? താഴെയുള്ള നമ്പറിനെ 2 നമ്പറും കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ പ്ലസ് ആണെങ്കിൽ താഴെ കിടക്കുന്ന നമ്പറിനെ മുകളിൽ എത്ര സംഖ്യകളുണ്ടോ അത്രയും സംഖ്യകൾ കൊണ്ട് കട്ട് ചെയ്യണം. പ്ലസ് ആണെങ്കിൽ കേട്ടോ, പ്ലസും മൈനസും ആണെങ്കിൽ, പ്ലസും മൈനസും വരുവാണെങ്കിൽ അത് മാറിപ്പോരുത്. പ്ലസും മൈനസും ആണെങ്കിൽ താഴെയുള്ള നമ്പറിനെ മുകളിലെ എല്ലാ നമ്പറുകളും കൊണ്ട് കട്ട് ചെയ്യണം. ഇൻറ്റു ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇൻറ്റു ആണെങ്കിൽ താഴെയുള്ള നമ്പറിനെ മുകളിലെ ഒരു നമ്പർ കൊണ്ട് കട്ട് ചെയ്താൽ മതി. ഇതിന് പകരം നിങ്ങളിവിടെ ഇതും വെച്ച് കട്ട് ചെയ്തു, ഇവിടെ അതുപോലെ 7 വെച്ച് കട്ട് ചെയ്താൽ 7 × 2 14 നമുക്ക് ആൻസർ കിട്ടുക, തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഇൻറ്റു ആണെങ്കിൽ ഒരു നമ്പറിനെ കട്ട് ചെയ്താൽ മതി മുകളിൽ. പ്ലസോ മൈനസോ ആണെങ്കിൽ താഴെയുള്ള നമ്പറിനെ മുകളിലെ എല്ലാ നമ്പറുകളും കൊണ്ട് കട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? രണ്ടും കൂടെ കൂട്ടുകയാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കുകയാണെങ്കിൽ കുറച്ച് ചെയ്തതിന് ശേഷം വെട്ടിച്ചുരുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വെട്ടിച്ചുരുക്കുന്ന കാര്യത്തിൽ പഠിക്കാനായിട്ടുള്ളത്, മനസ്സിലാക്കാനായിട്ടുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വെട്ടിച്ചുരുക്കുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ബേസിക്സ് ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്